ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ കേരള PSCയിലെ ജോഗ്രഫിയിൽ നിന്നുള്ള 180 ചോദ്യങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. പ്രധാനമായും ദേശീയോദ്യാനങ്ങൾ, അതുപോലെ തന്നെ കടുവ സംരക്ഷണം എന്നീ രണ്ട് പ്രധാന ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് 180 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും, അത് 10th ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. രണ്ടാമത്തെ ചോദ്യം, ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ പഴയ പേര് എന്തായിരുന്നു? ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ പഴയ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ പഴയ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. എം പി ആണ്, മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് നാഷണൽ പാർക്കാണ്. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് നാഷണൽ പാർക്കാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൽ സ്ഥിതി ചെയ്യുന്ന സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്കാണ്. ആൻഡമാൻ നിക്കോബാറിലെ സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്കാണ്. ആറാമത്തെ ചോദ്യം, ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ്? ലോകത്തിൽ ആകെ ഒഴുകുന്ന ഒരു ദേശീയോദ്യാനം മാത്രമേ ഉള്ളൂ. അത് കെയിംബുൾ ലംജാവോ, മണിപ്പൂറിലെ കെയിംബുൾ ലംജാവോ ആണ്. ഏഴാമത്തെ ചോദ്യം, പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം എന്നാണ്. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973 1973. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ഏറ്റവും കൂടുതൽ ഏകശൃംഖ കാണ്ടാമൃഗങ്ങൾ ഉള്ളത്? ഉത്തരം കാസിരംഗയാണ്. ആസമിലെ കാസിരംഗയിലാണ് ഏറ്റവും കൂടുതൽ ഏകശൃംഖ കാണ്ടാമൃഗങ്ങൾ, വൺ ഹോൺഡ് റൈനോ ഉള്ളത്. ബംഗാൾ കടുവകൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം? ഉത്തരം സുന്ദർബൻസ് ആണ്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ് ബംഗാൾ കടുവകൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം. പത്താമത്തെ ചോദ്യം, ഏഷ്യൻ സിംഹങ്ങളുടെ ഏക സ്വാഭാവിക വാസസ്ഥലം? ഏഷ്യൻ സിംഹങ്ങളുടെ ഏക സ്വാഭാവിക വാസസ്ഥലം ഗിർ നാഷണൽ പാർക്കാണ്. ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്കാണ്. 11ാമത്തെ ചോദ്യം, സൈലൻറ്റ് വാലി ദേശീയോദ്യാനം എവിടെയാണ്? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലാണ്. 12ാമത്തെ ചോദ്യം, ബന്ദിപ്പൂർ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഉത്തരം കർണാടകയാണ്. അടുത്ത ചോദ്യം, കാസിരംഗ ദേശീയോദ്യാനം എവിടെയാണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ, കാസിരംഗ ദേശീയോദ്യാനം അസമിലാണ്. 14ാമത്തെ ചോദ്യം, കൻഹ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനമായ മധ്യപ്രദേശിലാണ് നമ്മുടെ കൻഹ നാഷണൽ പാർക്ക്. 15ാമത്തെ ചോദ്യം, രണന്തംബോർ ദേശീയോദ്യാനം എവിടെയാണ്? ഉത്തരം രാജസ്ഥാനാണ്. 16ാമത്തെ ചോദ്യം, പെരിയാർ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രശസ്തം? നമ്മുടെ പെരിയാർ ഏത് മൃഗത്തിനാണ് പ്രശസ്തം? ആനകൾക്കാണ്. 17ാമത്തെ ചോദ്യം, ദുധ്വ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഉത്തർപ്രദേശാണ് കേട്ടോ, ഉത്തർപ്രദേശാണ്. 18ാമത്തെ ചോദ്യം, നാംദഫ ദേശീയോദ്യാനം എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. 19ാമത്തെ ചോദ്യം, മാനസ് നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? അസമിലാണ്. മാനസ് നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? അസമിലാണ്. കാസിരംഗയും അസമിലാണ് കേട്ടോ. 20ാമത്തെ ചോദ്യം, സരിസ്ക ടൈഗർ റിസർവ് എവിടെയാണ്? സരിസ്ക ടൈഗർ റിസർവ് രാജസ്ഥാനിലാണ്. 21ാമത്തെ ചോദ്യം, പിൻവാലി നാഷണൽ പാർക്ക് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. HP-യിലാണ് പിൻവാലി നാഷണൽ പാർക്ക്. 22ാമത്തെ ചോദ്യം, സുൽത്താൻപൂർ നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹരിയാനയാണ്. സുൽത്താൻപൂർ നാഷണൽ പാർക്ക് ഹരിയാനയിലാണ്. ടാച്ചിക്കാം നാഷണൽ പാർക്ക് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. മുഗുർത്തി ദേശീയോദ്യാനം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ, തമിഴ്നാട്ടിലാണ്. വിയറ്റ്നാം ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഉദ്യാനം ഏതാണ്? ഇരവികുളമാണ്. നമ്മുടെ കേരളത്തിലെ ഇരവികുളമാണ് വിയറ്റ്നാം ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം കേട്ടോ. ഇരവികുളമാണ് കേട്ടോ വിയറ്റ്നാം ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഹംഗൂൽ എന്ന കാശ്മീരി മാൻ കാണപ്പെടുന്ന ഉദ്യാനം? വളരെ ഒരു വെറൈറ്റി ചോദ്യമാണ് അല്ലേ. ഹംഗൂൽ എന്ന കാശ്മീരി മാൻ കാണപ്പെടുന്ന ഉദ്യാനം ദാച്ചിഗാമാണ്. സാംഗായ് എന്ന നൃത്തം ചെയ്യുന്ന മാൻ കാണപ്പെടുന്നത് എവിടെയാണ്? കാണപ്പെടുന്നത് എവിടെയാണ്? കെയിംബുൾ ലംജാവോയിലാണ് കേട്ടോ. കെയിംബുൾ ലംജാവോയിലാണ്, മണിപ്പൂരിലെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ഗൾഫ് ഓഫ് കച്ചിലാണ്. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ചിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മൗണ്ടൻ ഗൊറില്ലകൾക്ക് പകരം ഇന്ത്യയിലെ നീലഗിരി തഹാർ അല്ലെങ്കിൽ നമ്മുടെ വരയാട് കാണപ്പെടുന്ന ഉദ്യാനം എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ ഇടുക്കിയിലുള്ള ഇരവികുളം ദേശീയോദ്യാനം തന്നെയാണ്. അതായത് മൗണ്ടൻ ഗൊറില്ലകൾക്ക് പകരം ഇന്ത്യയിലെ നീലഗിരി തഹർ, അതായത് നമ്മുടെ വരയാടിൻ്റെ ഒരു പേരാണ്, നീലഗിരി തഹർ കാണപ്പെടുന്ന ഉദ്യാനം ഇരവികുളമാണ് കേട്ടോ. വിയറ്റ്നാം ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഇരവികുളമാണ്.
അടുത്ത ചോദ്യം, വാലി ഓഫ് ഫ്ലവേഴ്സ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ചോദ്യം നമുക്കറിയുന്ന ചോദ്യമാണ്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. അടുത്ത ചോദ്യം, ഹിമപുലികൾക്ക് പ്രശസ്തമായ ഉദ്യാനം. ഹിമപുലികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹിമിസ് നാഷണൽ പാർക്ക് അല്ലേ. ഹിമപുലികൾക്ക് പ്രശസ്തമായ ഉദ്യാനം ഹിമിസ് നാഷണൽ പാർക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. വരയാടുകളുള്ള അല്ലേ ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. വിയറ്റ്നാം ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. സലീം അലി നാഷണൽ പാർക്ക് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് കേട്ടോ. സലീം അലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ്. സലീം അലി പക്ഷി സങ്കേതം എവിടെയാണ്? അത് ഗോവയിലാണ് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ സലീം അലി നാഷണൽ പാർക്ക് ജമ്മുവിലാണെങ്കിലും നമ്മുടെ സലീം അലി പക്ഷി സങ്കേതം ഗോവയിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പക്ഷി ഗോവ, നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം, ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഛത്തീസ്ഗഡാണ് കേട്ടോ. ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഛത്തീസ്ഗഡാണ്. മൊളം നാഷണൽ പാർക്ക് എവിടെയാണ്? മൊലം നാഷണൽ പാർക്ക് എവിടെയാണ്? ഗോവയാണ്. നാഗർഹോള ദേശീയോദ്യാനത്തിൻ്റെ മറ്റൊരു പേര് രാജീവ് ഗാന്ധി നാഷണൽ പാർക്കാണ്. നാഗർഹോള ദേശീയോദ്യാനത്തിൻ്റെ മറ്റൊരു പേര് രാജീവ് ഗാന്ധി നാഷണൽ പാർക്കാണ്. ബന്നാർഘട്ട നാഷണൽ പാർക്ക് എവിടെയാണ്? കർണാടകയിലാണ്. ബന്നാർഘട്ട നാഷണൽ പാർക്ക് എവിടെയാണ്? കർണാടകയിലാണ്. കർണാടകയിൽ നമ്മൾ വേറൊന്ന് പഠിച്ചല്ലോ, ബന്ദിപ്പൂർ അല്ലേ. അടുത്ത ചോദ്യം, സിംലിപാൽ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയാണ് കേട്ടോ. സിംലിപാൽ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയാണ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ആണ് അല്ലേ. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാറിലാണ്. അടുത്ത ചോദ്യം, രാജാജി നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ചോദ്യം, നോക്രൈക്ക് ബയോസ്ഫിയർ റിസർവ് എവിടെയാണ്? മേഘാലയയിലാണ് കേട്ടോ. നോക്രൈക്ക് ബയോസ്ഫിയർ റിസർവ് എവിടെയാണ്? മേഘാലയയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴയ ടൈഗർ റിസർവ് ജിം കോർബറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ടൈഗർ റിസർവ് ജിം കോർബറ്റ് ആണ്. നാഷണൽ പാർക്ക് ഏത് 2 സംസ്ഥാനങ്ങളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്? അതായത് നമ്മുടെ പെഞ്ച് നാഷണൽ പാർക്ക് ഇല്ലേ, പെഞ്ച് നാഷണൽ പാർക്ക് ഏത് 2 സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ്. എമ്മിൽ തുടങ്ങുന്ന 2 സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ. 1985 രാജീവ് ഗാന്ധിയാണ് നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ബന്ധവ്ഗഡ് നാഷണൽ പാർക്ക് എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശ് തന്നെയാണ്, MP തന്നെയാണ് ബന്ധവ്ഗഡ് നാഷണൽ പാർക്ക്. കിയോലാഡിയ നാഷണൽ പാർക്ക് എവിടെയാണ്? കിയോലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ഭരത്പൂറിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനവും വനപ്രദേശമുള്ള സംസ്ഥാനവും നമ്മുടെ മധ്യപ്രദേശാണ്. പന നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശാണ്. പന നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. കേരളത്തിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? 5 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിൽ ആകെ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ഇരവികുളമാണ്. 1978 ഇരവികുളം വന്നിട്ടുള്ളത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ് കേട്ടോ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ്. പാമ്പാടൻചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. പാമ്പാടൻചോല ഇടുക്കിയിലാണ്. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന് പ്രശസ്തമായ ദേശീയോദ്യാനം ഇരവികുളമാണ്. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന് പ്രശസ്തമായ ദേശീയോദ്യാനം ഇരവികുളമാണ്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കിയാണ്. ആനമുടി ചോല ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലാണ്? ആനമുടി ചോല ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലാണ്? തമിഴ്നാടാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഇന്ത്യയിലെ മറ്റ് പ്രധാന ഉദ്യാനങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടി നോക്കുകയാണ്. ബെട്ല ദേശീയോദ്യാനം എവിടെയാണ്? ജാർഖണ്ഡാണ്. മറൈൻ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മൂന്നാർ എവിടെയാണ്? തമിഴ്നാടാണ്. നാവേകാവ് ദേശീയോദ്യാനം എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. വാൽമീകി ദേശീയോദ്യാനം എവിടെയാണ്? ബീഹാറിലാണ്. കഞ്ചൻജംഗ ദേശീയോദ്യാനം എവിടെയാണ്? സിക്കിമിലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് പൈതൃക കേന്ദ്രം എവിടെയാണ്? കഞ്ചൻജംഗ നാഷണൽ പാർക്കാണ് കേട്ടോ. പ്രധാനപ്പെട്ട ചോദ്യമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് പൈതൃക കേന്ദ്രം കഞ്ചൻജംഗ നാഷണൽ പാർക്കാണ്. ബാൽപക്രം ദേശീയോദ്യാനം എവിടെയാണ്? മേഘാലയാണ്. ബാൽപക്രം ദേശീയോദ്യാനം മേഘാലയാണ്. ബുള്ളിഷ് ഫ്രോഗ് കാണപ്പെടുന്ന ഉദ്യാനം ഏതാണ്? കെയ്മ്പുൾ ലംജാവു ആണ്. ബുള്ളിഷ് ഫ്രോഗ് കാണപ്പെടുന്നത് കെയ്മ്പുൾ ലംജാവു ആണ്. ചാന്ദിലി ദേശീയോദ്യാനം എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ചാന്ദിലി ദേശീയോദ്യാനം മഹാരാഷ്ട്രയാണ്. കുക്കാമൽ ദേശീയോദ്യാനം എവിടെയാണ്? മഹാരാഷ്ട്രയാണ്.
തഡോബ ദേശീയോദ്യാനം മഹാരാഷ്ട്ര തന്നെയാണ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ദേശീയോദ്യാനം ജിം കോർബറ്റ് ആണ്. മധുമലൈ ദേശീയോദ്യാനം എവിടെയാണ്? തമിഴ്നാടാണ്. ബന്ധവ്ഗഡ് നാഷണൽ പാർക്ക് എന്തിനാണ് പ്രശസ്തം? നമ്മൾ നേരത്തെ ബന്ധവ്ഗഡിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ? ബന്ധവ്ഗഡ് നാഷണൽ പാർക്ക് വെള്ളക്കടുവകൾക്ക്, വൈറ്റ് ടൈഗേഴ്സിനാണ് പ്രശസ്തം കേട്ടോ. ഗിണ്ടി ദേശീയോദ്യാനം എവിടെയാണ്? ചെന്നൈ ആണ്, തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഹെമിസ് ആണ്. ലഡാക്കിലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഹെമിസ് ആണ്. നംതഫ എന്തിനാണ് പ്രശസ്തം? പറക്കുമണ്ണനാണ്, ഫ്ലൈയിങ് സ്കുരലാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലെ പ്രസിദ്ധമായ മറ്റൊരു നാഷണൽ പാർക്ക് ജലദാപാരയാണ് കേട്ടോ. വനവിഹാർ ദേശീയോദ്യാനം എവിടെയാണ്? ഭോപ്പാലിലാണ്. വനവിഹാർ ദേശീയോദ്യാനം എവിടെയാണ്? ഭോപ്പാലിലാണ്. കുനോ നാഷണൽ പാർക്ക് വാർത്തകളിൽ നിറഞ്ഞത് എന്തുകൊണ്ടാണ്? നമീബിയയിൽ നിന്നുള്ള ചീറ്റകളെ എത്തിച്ചതിനാലാണ് കേട്ടോ. നമീബിയയിൽ നിന്നുള്ള ചീറ്റകളെ എത്തിച്ചതിനാലാണ്. കാംഗർ വാലി ദേശീയോദ്യാനം എവിടെയാണ്? ഛത്തീസ്ഗഡാണ്. കാംഗർ വാലി ദേശീയോദ്യാനം എവിടെയാണ്? ഛത്തീസ്ഗഡാണ്. പന നാഷണൽ പാർക്കിൽ ഒഴുകുന്ന പുഴ കെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ് കേട്ടോ. മൗണ്ട് ഹാരിയറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ മൗണ്ട് മണിപ്പൂർ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ആണ് കേട്ടോ. മണിപ്പൂർ എന്ന് കേൾക്കുമ്പോൾ മാറിപ്പോവരുത്, ആൻഡമാൻ നിക്കോബാറിലാണ് ഉള്ളത്. ബനാർഘട്ട നാഷണൽ പാർക്ക് എന്തിനാണ് പ്രശസ്തം? ബട്ടർഫ്ലൈ പാർക്കാണ് കേട്ടോ. ബനാർഘട്ട നാഷണൽ പാർക്ക് ബട്ടർഫ്ലൈ പാർക്കാണ് കേട്ടോ. റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. കാമ്പൽ ബേ ദേശീയോദ്യാനം എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ് കേട്ടോ. ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഗിർ വനങ്ങളിലെ സിംഹങ്ങളെ സംരക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് ലയൺ ആണ്. ഗിർ വനങ്ങളിലെ സിംഹങ്ങളെ സംരക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് ലയൺ ആണ്. കടുവകളെ സംരക്ഷിക്കാൻ ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. കടുവകളെ സംരക്ഷിക്കാൻ ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം, നമ്മളിപ്പോൾ തന്നെ ചോദ്യങ്ങളിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ആൻഡമാൻ നിക്കോബാർ ആണ് അല്ലേ? നമ്മൾ 3-4 പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? ഗോവയാണ് കേട്ടോ. ഗോവയാണ്. നാഷണൽ പാർക്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റാണ് നാഷണൽ പാർക്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം. ഡിബ്രു സൈക്കോവ ദേശീയോദ്യാനം എവിടെയാണ്? അസമിലാണ് കേട്ടോ. ഡിബ്രു സൈക്കോവ ദേശീയോദ്യാനം അസമിലാണ്. ഗുരുമാര ദേശീയോദ്യാനം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഗുരുമാര ദേശീയോദ്യാനം പശ്ചിമ ബംഗാളിലാണ്. മുകുന്ദ്ര ഹിൽസ് ദേശീയോദ്യാനം എവിടെയാണ്? രാജസ്ഥാനാണ്. മുകുന്ദ്ര ഹിൽസ് ദേശീയോദ്യാനം രാജസ്ഥാനിലാണ്. ഡെസേർട്ട് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും രാജസ്ഥാനിലാണ്. മുകുന്ദ്ര ഹിൽസും ഡെസേർട്ട് നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. മൃഗവാണി ദേശീയോദ്യാനം എവിടെയാണ്? തെലങ്കാനയാണ് കേട്ടോ. മൃഗവാണി ദേശീയോദ്യാനം തെലങ്കാനയാണ്. കെമ്പുൾ ലംജാവോ ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ കെമ്പുൾ ലംജാവോനെ പറ്റിയുള്ള ചോദ്യങ്ങൾ രണ്ടെണ്ണം പറഞ്ഞു. അത് ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലോക്താക് തടാകമാണ് കേട്ടോ. ലോക്താക് തടാകമാണ്. ഒറാങ് ദേശീയോദ്യാനം എവിടെയാണ്? അസമിലാണ്. നമ്മൾ അസമിൽ ഒരു 3-4 ദേശീയോദ്യാനം പറഞ്ഞു അല്ലേ? മൗലിംഗ് ദേശീയോദ്യാനം എവിടെയാണ്? അരുണാചൽ പ്രദേശാണ് കേട്ടോ. മൗലിംഗ് ദേശീയോദ്യാനം അരുണാചൽ പ്രദേശാണ്. സിംഗലീല ദേശീയോദ്യാനം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. സിംഗലീല ദേശീയോദ്യാനം പശ്ചിമ ബംഗാളിലാണ്. ഇതോടുകൂടി ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ടുള്ള 100 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഞാൻ ബോറടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. കാരണം ചോദ്യവും ഉത്തരവും മാത്രം പറഞ്ഞത് അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സൗകര്യവും. എൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഒരു കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു 100 ചോദ്യം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ 100 ചോദ്യങ്ങളിൽ നിന്ന് പുറത്തുനിന്ന് വേറൊരു ചോദ്യം വരാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ദേശീയോദ്യാനം നാഷണൽ പാർക്ക് എന്ന ടോപ്പിക്കിൽ ചോദിക്കാനുള്ള മാക്സിമം ചോദ്യം നമ്മളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു 80 ചോദ്യങ്ങൾ കൂടി നമ്മുടെ കടുവ സംരക്ഷണത്തെ പറ്റിയിട്ട് ഒരു 80 ചോദ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? റോയൽ ബംഗാൾ ടൈഗറാണ് കേട്ടോ. ഇന്ത്യയിലെ ദേശീയ മൃഗം റോയൽ ബംഗാൾ ടൈഗറാണ്. ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ 1 1973 ഏപ്രിൽ 1. പ്രൊജക്ട് ടൈഗർ ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് വെച്ചിലാണ് കേട്ടോ. പ്രൊജക്ട് ടൈഗർ ഉദ്ഘാടനം ചെയ്തത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ വെച്ചാണ്, ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ കടുവ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ. ഇന്ത്യയിലെ കടുവ മനുഷ്യൻ, ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കൈലാഷ് സങ്കലയാണ്. ലോകത്തിലെ കടുവകളിൽ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്? ഏകദേശം 75%. അതായത് ലോകത്തുള്ള കടുവകളിൽ ഏതാണ്ട് 75% നമ്മുടെ ഇന്ത്യയിലാണുള്ളത് കേട്ടോ. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 2005 കേട്ടോ. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് 2005. ഏറ്റവും ഒടുവിലത്തെ കണക്കെടുപ്പ് പ്രകാരം ഇന്ത്യയിൽ എത്ര കടുവകളുണ്ട്?
ഉത്തരം 3652ആണ്. അത് 2022 കണക്കനുസരിച്ചാണ് കേട്ടോ. നിങ്ങളത് ലേറ്റസ്റ്റ് നോക്കി അപ്ഡേറ്റ് ചെയ്യണം. 2022 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 3652 കടുവകളാണ് ഉള്ളത്. ലോക കടുവ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 29 കേട്ടോ. ലോക കടുവാ ദിനം ജൂലൈ 29. കടുവകളുടെ എണ്ണം ഇരട്ടിയാക്കുന്ന അന്താരാഷ്ട്ര ലക്ഷ്യം എന്താണ്? T/2 ലക്ഷ്യമാണ് കേട്ടോ. T/2 ലക്ഷ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം, അതും നമ്മുടെ മധ്യപ്രദേശ് തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം, ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം എല്ലാം നമ്മുടെ മധ്യപ്രദേശാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനമാണല്ലേ മധ്യപ്രദേശ്. അതുകൊണ്ട് തന്നെ ഇതിനെ ടൈഗർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു കേട്ടോ. ടൈഗർ സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയിലെ മധ്യപ്രദേശാണ് കേട്ടോ. MP ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ്? ബന്ദിപ്പൂരാണ് അല്ലേ. ബന്ദിപ്പൂരാണ്, കർണാടകയിലാണ്. ബന്ദിപ്പൂർ ഉൾപ്പെടെ 9 എണ്ണമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ ടൈഗർ റിസർവിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ശ്രീശൈലമാണ്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ഏതാ? ബോർ ടൈഗർ റിസർവാണ്. മഹാരാഷ്ട്രയിലെ ബോർ ടൈഗർ റിസർവാണ്. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൈഗർ റിസർവ് ഏതാണ്? നംതഫയാണ്. അരുണാചൽ പ്രദേശിലെ നംതഫയാണ്. കേരളത്തിലെ ടൈഗർ റിസർവുകൾ ഏതെല്ലാമാണ്? പ്രധാനപ്പെട്ടതാണല്ലേ. കേരളത്തിലെ ടൈഗർ റിസർവുകൾ പെരിയാറും പറമ്പിക്കുളവുമാണ്. പെരിയാറും പറമ്പിക്കുളവുമാണ്. ലോകത്തിലെ ഒരു വെള്ളക്കടുവ സഫാരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുകുന്ദ്പൂരാണ് കേട്ടോ. മധ്യപ്രദേശിലെ മുകുന്ദ്പൂരാണ്. മധ്യപ്രദേശിലെ മുകുന്ദ്പൂരാണ് കേട്ടോ. മംഗളൂരുവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കർണാടകയിലെ പ്രധാന കടുവ കേന്ദ്രം ഏതാണ്? മംഗളൂരുവിനടുത്ത്, നമ്മുടെ മംഗലാപുരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കർണാടകയിലെ പ്രധാന കടുവ കേന്ദ്രം കുന്ദ്രേമുഖ് ടൈഗർ റിസർവാണ് കേട്ടോ. കുന്ദ്രേമുഖ് ടൈഗർ റിസർവാണ്. ബംഗാൾ കടുവകൾക്ക് പേരുകേട്ട പശ്ചിമ ബംഗാളിലെ വനം ഏതാണ്? സുന്ദർബൻസ് ആണ്. ബംഗാൾ കടുവകൾക്ക് പേരുകേട്ട പശ്ചിമ ബംഗാളിലെ വനം ഏതാണ്? സുന്ദർബൻസ് ആണ്. രണന്തംബോർ ടൈഗർ റിസർവ് എവിടെയാണ്? രൺതംബോർ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവ് ഏതാണ്? വീരംഗന ദുർഗാവതി ടൈഗർ റിസർവാണ്. മധ്യപ്രദേശിലെ വീരംഗന ദുർഗാവതി ടൈഗർ റിസർവാണ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ്? പെരിയാറാണ് കേട്ടോ. കേരളത്തിൽ 2 എണ്ണമാണ് ഉള്ളത്, നമ്മുടെ പെരിയാറും പറമ്പിക്കുളവും. ആദ്യത്തേത് ഏതാണ്? 1978 സ്ഥാപിതമായ പെരിയാറാണ് കേട്ടോ. പറമ്പിക്കുളം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച ഏത് വർഷമാണ്? 2010 അധികമൊന്നും ആയിട്ടില്ല, ഒരു 16 വർഷമേ ആയിട്ടുള്ളൂ. പെരിയാർ 1978 പറമ്പിക്കുളം 2010. പെരിയാർ ടൈഗർ റിസർവ് ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കിയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള പ്രദേശം ഏതാണ്? വയനാടാണ് കേട്ടോ. വയനാടാണ്. വയനാട് വന്യജീവി സങ്കേതത്തിലാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ളത്. ഇതൊരു ടൈഗർ റിസർവ് അല്ലെങ്കിലും ബന്ദിപ്പൂർ നഗർഹോള മേഖലയോട് ചേർന്ന് കിടക്കുന്നതിനാൽ കടുവകളുടെ എണ്ണം കൂടുതലാണ്. ശ്രദ്ധിക്കണം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള പ്രദേശം വയനാട് വന്യജീവി സങ്കേതമാണ്. പക്ഷെ ഇതൊരു ടൈഗർ റിസർവ് അല്ല. പക്ഷെ എന്നിട്ട് ഇവിടെ ടൈഗർ കൂടുതലുണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബന്ദിപ്പൂർ നഗർഹോള മേഖലയോട് ചേർന്ന് കിടക്കുന്നതിനാലാണ് കേട്ടോ. അടുത്ത ചോദ്യം, കടുവകളുടെ ശാസ്ത്രീയ നാമം? പന്തേര ടൈഗ്രസ്. പന്തേര ടൈഗ്രിസ് പണ്ടേ നമ്മൾ സയൻസ് പഠിക്കുന്നതാണ്. കടുവകളുടെ ഗർഭകാലം എത്ര മാസമാണ്? ഏകദേശം 3.5 മാസമാണ്. 105 ദിവസങ്ങളാണ്. കടുവകളുടെ വിരയടയാളം പോലെ വ്യത്യസ്തമായിരിക്കുന്നത് എന്താണ്? അവയുടെ ശരീരത്തിലെ വരകളാണ്. ഓരോ കടുവയ്ക്കും ഇത് വ്യത്യസ്തമായിരിക്കും കേട്ടോ. പ്രധാനപ്പെട്ടതാണ്. കടുവകളുടെ വിരലടയാളം പോലെ വ്യത്യസ്തമായിരിക്കുന്നത് എന്താണ്? അവയുടെ ശരീരത്തിലെ വരകളാണ്. ഓരോ കടുവയ്ക്കും ഇത് വ്യത്യാസമായിരിക്കും. ഒരു കടുവയുടെ ശരാശരി ആയുസ് കാട്ടിൽ 10 മുതൽ 15 വർഷം വരെയാണ് കേട്ടോ ഒരു കടുവയുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത്. കടുവകൾക്ക് രാത്രിയിൽ മനുഷ്യനേക്കാൾ എത്ര മടങ്ങും കാഴ്ചശക്തിയുണ്ട്? 6 മടങ്ങുണ്ട് കേട്ടോ. മനുഷ്യനേക്കാൾ 6 മടങ്ങ് കാഴ്ചശക്തി അധികമുണ്ട്. കടുവകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരെന്താണ്? അംബുഷ് ആണ്. അംബുഷ് അല്ലെങ്കിൽ സ്ട്രിക്ക്, 2 പേരുണ്ട്. ഒന്നുക്ക് അംബുഷ് അല്ലെങ്കിൽ സ്ട്രിക്ക്. കടുവ സെൻസസ് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? 4 വർഷം കൂടുമ്പോഴാണ്. കടുവ സെൻസസ് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? 4 വർഷം കൂടുമ്പോഴാണ്. കടുവകളുടെ കാൽപ്പാടുകൾ അളന്ന് അവയുടെ എണ്ണം കണക്കാക്കുന്ന രീതി ഏതാണ്? പഗ്മാർക്ക് രീതിയാണ്. പഗ്മാർക്ക് മെത്തേഡാണ് കേട്ടോ. കടുവകളുടെ കാൽപ്പാടുകൾ അളന്ന് അവയുടെ എണ്ണം കണക്കാക്കുന്ന രീതിയാണ് പഗ്മാർക്ക് രീതി. ഏറ്റവും കൂടുതൽ കടുവകളുള്ള 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് അല്ലേ. 1ാമത്തെ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. 2ാമത്തെ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കർണാടകയാണ്. ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ കടുവ കേന്ദ്രം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. നമ്മൾ ഒരുപാട് പറഞ്ഞു അല്ലേ, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കടുവകളെ നിരീക്ഷിക്കാൻ നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ് എംസ്ട്രൈപ്സ് ആണ് കേട്ടോ. കടുവകളെ നിരീക്ഷിക്കാൻ നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ് എംസ്ട്രൈപ്സ് ആണ്. കേരളത്തിൽ കടുവകളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല പാലക്കാടാണ് കേട്ടോ. നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉള്ള പാലക്കാടാണ് കേരളത്തിൽ കടുവകളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല. കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലൗഡ് ലെപ്പേർഡ് എന്നറിയപ്പെടുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാനം ഏതാണ്? മിസോറാമാണ് കേട്ടോ. മിസോറാമാണ്.
കടുവകൾക്ക് ഏറ്റവും അനുയോജ്യമായ ആവാസ വ്യവസ്ഥയായി കണക്കാക്കപ്പെടുന്ന ലാൻഡ് ഓഫ് ടൈഗർ ഏത് പ്രദേശമാണ്? മധ്യപ്രദേശാണ് കേട്ടോ, മധ്യപ്രദേശാണ്. കടുവകളുടെ സാന്നിധ്യമില്ലാതെ ഇന്ത്യയിലെ ഏക ടൈഗർ റിസർവ് ഏതാണ്? ദംബ മിസോറാമാണ്. മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറവാണ് കേട്ടോ, ഇപ്പോൾ കുറവാണ്. മിസോറാം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. ദംബയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ കടുവ സംരക്ഷണ നിയമം വന്നതെന്നാണ്? 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായാണ്. കാനാൻ ടൈഗർ റിസർവ് എവിടെയാണ്? മധ്യപ്രദേശാണ് കേട്ടോ. കടുവകളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ കഴുത്തിൽ ഘടിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? റേഡിയോ കോളറാണ്. കടുവകളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ കഴുത്തിൽ ഘടിപ്പിക്കുന്ന ഉപകരണം റേഡിയോ കോളറാണ് കേട്ടോ. ബാക്ക്ഗർ എന്നറിയപ്പെടുന്ന കടുവ മ്യൂസിയം എവിടെയാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ വെള്ളക്കടുവകളെ ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണ്? രവയാണ്. മധ്യപ്രദേശിലെ രവയാണ് ഇന്ത്യയിൽ വെള്ളക്കടുവകളെ ആദ്യമായി കണ്ടെത്തിയത്. പശ്ചിമ ബംഗാളിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് എവിടെയാണ്? ബക്സയാണ്. അസം സംസ്ഥാനത്തെ പ്രശസ്തമായ ടൈഗർ റിസർവ് ഏതാണ്? മാനസ് ടൈഗർ റിസർവ് ആണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും പഴയ ടൈഗർ റിസർവ് ദഡോബ അന്താരിയാണ്. കടുവ സംരക്ഷണത്തിനായി 2010 അന്താരാഷ്ട്ര ഉച്ചകോടി നടന്ന സ്ഥലം സെന്റ് പീറ്റേഴ്സ്ബർഗ് ആണ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് കടുവ സംരക്ഷണത്തിനായി 2010 അന്താരാഷ്ട്ര ഉച്ചകോടി നടന്നത്. സൗത്ത് ബട്ടൺ നാഷണൽ പാർക്ക് കടുവ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണോ? നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലെ സൗത്ത് ബട്ടൺ നാഷണൽ പാർക്ക് കടുവ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണോ എന്നാണ് ചോദ്യം. അല്ല, ഇത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് കേട്ടോ. അതിന് കടുവയുമായി ബന്ധമൊന്നുമില്ല. ഒരു കടുവയ്ക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ദൂരമുള്ള ഗർജനം കേൾക്കാം? 3 കിലോമീറ്ററാണ് കേട്ടോ. ആലോചിച്ച് നോക്കിക്കേ, 3 കിലോമീറ്ററാണ്. ഒരു കടുവയ്ക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ദൂരമുള്ള ഗർജനം കേൾക്കാം? 3 കിലോമീറ്ററാണ്. ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള കടുവ വർഗ്ഗം സൈബീരിയൻ കടുവയാണ്. സുന്ദർബനിലെ കടുവകളുടെ പ്രത്യേകത എന്താണ്? അവ ഉപ്പുവെള്ളത്തിൽ നീന്താൻ കഴിവുള്ളവയാണ്. ഇന്ത്യയിൽ കടുവകളുടെ മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. രണ്ടാമത് കർണാടകയാണ്. ഏറ്റവും കൂടുതൽ കടുവയുള്ള മധ്യപ്രദേശിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കടുവകളുടെ മരണനിരക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഒരു പെൺകടുവ പ്രസവിക്കാൻ ശരാശരി എത്ര കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു? അതായത് ഒരു പെൺകടുവ പ്രസവത്തിൽ ശരാശരി എത്ര കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു? 2 മുതൽ 4 വരെയാണ്. കടുവ കുട്ടികളെ എന്താണ് വിളിക്കുന്നത്? കപ്സ് ആണ് കേട്ടോ. കടുവ കുട്ടികളെ വിളിക്കുന്ന പേര് കപ്സ് ആണ്. സരിസ്ക ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനാണ്. ദുദ്വ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. കടുവകൾക്ക് വിയർപ്പ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? പാദങ്ങളിലാണ്. ശ്രദ്ധിക്കണേ, കടുവകൾക്ക് വിയർപ്പ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് പാദങ്ങളിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് മൃഗത്തിനാണ് കൂടുതൽ പ്രസിദ്ധമെങ്കിലും അവിടെ കടുവകളുണ്ടോ? അതായത് കാസിരംഗ നാഷണൽ പാർക്ക് ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം? അവിടെ മൃഗത്തിനാണ് കൂടുതൽ പ്രസിദ്ധമെങ്കിലും അവിടെ കടുവകളുണ്ടോ? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിനാണ് കാസിരംഗ നാഷണൽ പാർക്ക് കൂടുതൽ പ്രസിദ്ധം. പക്ഷേ അവിടെ വലിയ തോതിൽ കടുവകളുണ്ട് കേട്ടോ. പ്രസിദ്ധം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. പക്ഷേ അവിടെ കടുവകൾ ഉണ്ട്, വലിയ തോതിലുണ്ട്. പെരിയാർ ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന പ്രധാന നദി പെരിയാർ തന്നെയാണ്. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. മെലാനിസ്റ്റിക് അഥവാ കറുത്ത കടുവകളെ കാണപ്പെടുന്ന ടൈഗർ റിസർവ് സിമിലിപാലാണ്. ഒഡീഷയിലെ സിമിലിപാലാണ്. റാണിപൂർ ടൈഗർ റിസർവ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. സത്യമംഗലം ടൈഗർ റിസർവോ തമിഴ്നാട്ടിലാണ്. കടുവകളുടെ കണ്ണിലെ കൃഷ്ണമണി ഏത് ആകൃതിയിലാണ്? വട്ടത്തിലാണ്. കടുവകൾക്ക് എത്ര പല്ലുണ്ട്? മനുഷ്യന്മാർക്ക് 32 ഉണ്ട് അല്ലേ? കടുവകൾക്ക് 30 പല്ലുണ്ട് അല്ലേ? വാൽമീകി ടൈഗർ റിസർവ് എവിടെയാണ്? ബീഹാറിലാണ്. പാലമാവു ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ജാർഖണ്ഡാണ്. കടുവകൾക്ക് മണം പിടിക്കാനുള്ള പ്രത്യേക അവയവം ജേക്കബ്സൺസ് ഓർഗൻ അല്ലേ? ജേക്കബ്സൺസ് ഓർഗൻ ആണ് അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ. കടുവകളുടെ തോലിന് താഴെയുള്ള കൊഴുപ്പിൻ്റെ പാളയെ എന്ത് വിളിക്കുന്നു? ബ്ലംബർ എന്നാണ് വിളിക്കുക. ബ്ലംബർ പോലെ പ്രവർത്തിക്കുന്ന ലെയറാണത്. ഭൂമധ്യരേഖ പ്രദേശത്ത് കാണപ്പെടുന്ന കടുവ വർഗ്ഗം ഏതാണ്? സുമാന്ത്രൻ കടുവയാണ്. ഇന്ത്യയിൽ കാട്ടുപൂച്ചകളുടെ 15 വർഗ്ഗങ്ങളും കാണപ്പെടുന്ന ഏക ടൈഗർ റിസർവ് നംതഫയാണ് കേട്ടോ. ഇന്ദ്രാവതി ടൈഗർ റിസർവ് എവിടെയാണ്? ഛത്തീസ്ഗഡാണ്. കടുവകളുടെ ശരാശരി വേഗത എത്രയാണ്? മണിക്കൂറിൽ 50 മുതൽ 65 കിലോമീറ്റർ വരെയാണ് കടുവകളുടെ ശരാശരി വേഗത. ഇന്ത്യൻ കടുവകളുടെ വാലിലെ കറുത്ത വളയങ്ങൾ എന്തിനു സഹായിക്കുന്നു? ബാലൻസ് നിലനിർത്താൻ. കടുവകൾക്ക് ഒരു ദിവസം എത്ര കിലോ മാംസം കഴിക്കും കടുവ? ശരാശരി 15 മുതൽ 20 കിലോ വരെ കഴിക്കും കേട്ടോ. ഒറാങ് ടൈഗർ റിസർവ് എവിടെയാണ്? അസമിലാണ്. അടുത്ത ചോദ്യം, രവിചന്ദ്രൻ അശ്വിൻ നമ്മുടെ ക്രിക്കറ്റ് താരമല്ല, ഇന്ത്യൻ സ്പിന്നറായിട്ടുള്ള രവിചന്ദ്രൻ അശ്വിൻ അംബാസഡറായ ടൈഗർ റിസർവ് ക്യാമ്പയിൻ ഏതാണ്? തമിഴ്നാട്ടിലെ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് കേട്ടോ. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. കടുവകളുടെ കണ്ണുകൾക്ക് രാത്രിയിൽ തിളക്കം നൽകുന്ന പദാർത്ഥം ഏതാണ്? ടപ്റ്റം ലൂസിഡമാണ്. സൗത്ത് ബംഗാളിലെ കടുവകളുടെ സംരക്ഷണ കേന്ദ്രം ഏതാണ്? സുന്ദർബൻ ബയോസ്ഫിയർ റിസർവ് ആണ്. സൗത്ത് ബംഗാളിലെ കടുവകളുടെ സംരക്ഷണ കേന്ദ്രം സുന്ദർബൻ ബയോസ്ഫിയർ റിസർവ് ആണ്.
അവസാന ചോദ്യം, ഇന്ത്യൻ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയാണ്. ഇന്ത്യൻ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയാണ്. ഇതോടുകൂടി നമ്മുടെ 150 ചോദ്യങ്ങൾ, നമ്മുടെ ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ടതും പിന്നെ കടുവ സംരക്ഷണം രണ്ടും കൂടിയുള്ള 150 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് സ്പീഡ് അധികമായിരുന്നു, കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യനും ആൻസറും മാത്രം വായിച്ച് പോയത്. ഒരു എക്സ്പ്ലനേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരപ്രദമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. താങ്ക്